കാട്ടിൽ തണുപ്പുകാലം ഇപ്പോഴാണ് തുടങ്ങിയിരുന്നത്. മിട്ടു, ടീനു എന്ന 2 പക്ഷികൾ, അതുപോലെ മൈന, പിന്നെ മൂങ്ങ, ഇവരെല്ലാവരും ആകാശത്തിലൂടെ പറന്നുപോയി. എന്നാൽ രാവിലെ നല്ല തണുപ്പായിരുന്നതുകൊണ്ട് എപ്പോഴത്തെയും പോലെ അവർക്ക് സന്തോഷമായി പറക്കാനേ കഴിഞ്ഞില്ല. എല്ലാവരും ആ പപ്പായ മരത്തിന്റെ ചില്ലയിൽ പോയിരുന്നു. പ്രിയപ്പെട്ട പക്ഷികളെ, സുഖമാണോ? നിങ്ങളുടെ പുലരി എങ്ങനെയുണ്ടായിരുന്നു? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിങ്ങൾ പറയൂ, നിങ്ങളുടെ പുലരി എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് പുലരിയും വൈകുന്നേരവും ഒരുപോലെയാണ്. നിങ്ങളെ സഹായിക്കുന്നത് വരെ ഞാൻ എപ്പോഴും സന്തോഷവാനാണ്. നിങ്ങൾ നല്ല ഒരു പപ്പായ മരമാ. അങ്ങനെ മിട്ടു എല്ലാ പക്ഷികളോടും പറഞ്ഞു, ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നു ഇത്തവണ നല്ല തണുപ്പ് കാണുമെന്നാ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീടുകൾ ചൂടാക്കി വെക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമുക്ക് നീലപ്പൂക്കൾ കൂട്ടിൽ കൊണ്ട് വെക്കണം. അപ്പോൾ നമ്മുടെ കൂട്ടിലെ തണുപ്പും മാറും. അത് തണുപ്പ് കാലം വന്ന് നമ്മൾ തണുപ്പിൽ വിറയ്ക്കുന്നത് ഉറപ്പായും ആ പൂവിനെ നിയന്ത്രിക്കാനും പറ്റും. ഞാനും ഇതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. നമുക്ക് എല്ലാവർക്കും പോയി ആ പൂക്കൾ പറിച്ചു കൊണ്ടുവരാം. അതിന് നമ്മൾ നീലമലയിലേക്കും പോകണം. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്നെ ഓർത്താൽ മതി. ശരി പപ്പായ ചേട്ടാ, വരൂ, നമുക്ക് എല്ലാവർക്കും മലയിലേക്ക് പോകാം. എല്ലാ പക്ഷികളും അവിടെ നിന്ന് ആ മലയിലേക്ക് പറന്നുപോയി. അവിടെ നീലപ്പൂക്കൾ ഉണ്ടായിരുന്നു. ആ നീലപ്പൂക്കൾ പൂക്കുന്നത് തണുപ്പ് കാലത്ത് മാത്രമായിരുന്നു. അത് നല്ല ചൂടുള്ള പൂക്കളായിരുന്നു. തണുപ്പിൽ പക്ഷികളെല്ലാം ആ നീലപ്പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് അവരുടെ കൂട്ടിൽ വെച്ച് കൂട് നല്ല ചൂടാക്കി മാറ്റും. എല്ലാ പക്ഷികളും മലയിലേക്ക് പോയപ്പോൾ അവർ കണ്ടു ഒരുപാട് പരുന്തുകൾ അവിടെ നേരത്തെ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്തിനാണ് ഇവിടേക്ക് വന്നത്? പരുന്ത് ചേട്ടാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട് ചൂടാക്കി വെക്കാൻ നീലപ്പൂക്കൾ പറിച്ചു കൊണ്ടുപോകാൻ വന്നതാ. നിങ്ങൾക്ക് ഈ പൂവ് ഇവിടെ നിന്നും എടുത്തുകൊണ്ടു പോകാൻ പറ്റില്ല. ഇവിടെ നോക്കൂ, ഞങ്ങൾ നേരത്തെ തന്നെ ഒരുപാട് വീടുകൾ പണിതു വെച്ചിട്ടുണ്ട്. ആ എല്ലാ വീടുകളും ചൂടാക്കി വെക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് പൂവുകൾ വേണ്ടി വരും. അപ്പോൾ പക്ഷികളെല്ലാവരും കണ്ടു പരുന്തുകൾ അവിടെ ഒരുപാട് കൂടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ കൂടുകളെല്ലാം മരത്തിന്റെ ചില്ലയിൽ തൂങ്ങിക്കിടന്നു. പരുന്ത് ചേട്ടാ, ഇവിടെ ഒരുപാട് കൂടുണ്ടല്ലോ. എന്നാൽ നിങ്ങൾ 4 പേർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ 4 പേരും ഇത്രയും കൂട് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ ആ 4 പരുന്തുകളും അവർ തമ്മിൽ നോക്കി രഹസ്യമായി മനസ്സിൽ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ എല്ലാ വീടുകളും നിങ്ങളെപ്പോലുള്ള കൊച്ചു പക്ഷികൾക്ക് സഹായമാകട്ടെ എന്ന് കരുതി പണിതതാണ്. നിങ്ങൾക്ക് പേടിക്കാതെ സന്തോഷത്തോടെ ഈ വീട്ടിൽ താമസിക്കാം. തണുപ്പ് കാലത്ത് മുഴുവനും നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കാം. അത് കേട്ട് എല്ലാ പക്ഷികൾക്കും സന്തോഷമായി. ശേഷം അവർ വീണ്ടും കാട്ടിലേക്ക് വന്ന് ആ പപ്പായ മരത്തിന്റെ മുകളിൽ പോയിരുന്നു. നിങ്ങളുടെ കാട്ടിൽ നിന്ന് മാറി പരുന്തുകളുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നത് കുറച്ച് ആപത്താണ്. അവർ എന്തോ ആസൂത്രണം ചെയ്യുന്നു. ആ ചുറ്റുവട്ടത്തിൽ നിങ്ങൾ ഭക്ഷണത്തിനും ഒരുപാട് ബുദ്ധിമുട്ടും. നിങ്ങൾ കുറച്ച് ചിന്തിക്കൂ. നിങ്ങൾ പറയുന്നത് ശരിയാണ് പപ്പായ ചേട്ടാ. എന്നാൽ ഇപ്പോൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. രാവിലെ 11 മണി മുതൽ 5 മണി വരെ നല്ല വെയിലടിക്കും. വെയിലിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ നിങ്ങളെ ഇലകൾ കൊണ്ട് മറയ്ക്കാം. എന്നാൽ നിങ്ങളുടെ പ്രശ്നം ഞാൻ മുഴുവനായി തീർക്കണമെങ്കിൽ ആ വെയിൽ എന്നിൽ ആകർഷിച്ച് അതിൽ നിന്നും ശക്തിയും ഉണ്ടാക്കണം. ഞാൻ ഇന്ന് മുഴുവനും വെയിലത്ത് തന്നെ നിൽക്കാം. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സൂര്യന്റെ രശ്മി കാരണം എനിക്ക് ശക്തിയും കിട്ടും. ആ ശക്തി കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾ സത്യത്തിൽ വളരെ നല്ലവനാ പപ്പായ ചേട്ടാ. എന്നാൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടില്ല? നിങ്ങൾ എന്റെ കൂട്ടരാണ്. നിങ്ങൾ എന്നെ മറ്റുള്ളവരെ പോലെയാണോ കാണുന്നത്? ഇത് കേട്ട് എല്ലാവരും നിശബ്ദരായി. അതിനുശേഷം പപ്പായ മരം ഇലകളെല്ലാം താഴേക്ക് കൊണ്ടുവന്നു. ഉച്ച സമയത്ത് നല്ല വെയിലടിക്കാനും തുടങ്ങിയിരുന്നു. ദിവസം മുഴുവനും ആ വെയിലിൽ ആ വലിയ പപ്പായ മരം നിന്നു. പപ്പായ മരം ഒരുപാട് ബുദ്ധിമുട്ടി. എന്നാൽ പക്ഷികളുടെ നന്മയ്ക്ക് വേണ്ടി അത് ആ കഷ്ടപ്പാടെല്ലാം സഹിച്ചു. അടുത്ത ദിവസം എല്ലാ പക്ഷികളും അതിന്റെ അടുത്തേക്ക് വന്നു. പപ്പായ ചേട്ടാ, ഞങ്ങൾ കാരണം താങ്കൾക്ക് എത്ര ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. എന്നാൽ ഞാൻ സന്തോഷവാനാണ്. കാരണം സൂര്യന്റെ ശക്തി കൊണ്ട് എനിക്കും ശക്തികൾ കിട്ടി. ഇപ്പോൾ ഞാൻ എന്തു പറയുന്നോ നിങ്ങൾ അത് ചെയ്യൂ. അങ്ങനെ പറഞ്ഞ് പപ്പായ മരം അതിന്റെ കണ്ണുകൾ അടച്ചു. അതിനുശേഷം ആ പപ്പായ മരത്തിൽ ഒരു വിള്ളൽ വന്നു. അതിൽ കറുത്ത നിറത്തിലുള്ള വിത്തുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോ വിത്തുകൾ എടുക്കൂ. ഇത് എടുത്തുകൊണ്ടുപോയി നിങ്ങളുടെ കൂട്ടിലും വയ്ക്കൂ. അടുത്ത ദിവസം ഈ വിത്തുകൾ കാരണം നിങ്ങൾക്ക് പച്ച പപ്പായകൾ കിട്ടും. ആ പപ്പായകൾ എത്ര ചൂടായിരിക്കുമെന്നാൽ
അതുപയോഗിച്ച് ഈ തണുപ്പ് കാലം മുഴുവനും നിങ്ങൾക്ക് ചൂടോടെ ജീവിക്കാം. അത് കേട്ട് പക്ഷികളെല്ലാം പപ്പായ മരത്തിനോട് നന്ദി പറഞ്ഞു. അതിനുശേഷം ഓരോരുത്തരായി ഓരോ വിത്തുകളെടുത്ത് അവരുടെ കൂട്ടിലേക്കും പോയി. അതിനുശേഷം അവർ അവരവരുടെ കൂട്ടിലേക്ക് കൊണ്ടുവച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ ആ വിത്തുകളിൽ നിന്നും ഒരു വലിയ പപ്പായയും വെളിയിലേക്ക് വന്നു. അപ്പോൾ പക്ഷികളെല്ലാവരും അവരുടെ ചുണ്ടുകൾ കൊണ്ട് ആ പപ്പായയെ കൊത്തി കൊത്തി അകത്തുപോയി വെളിയിലേക്ക് വരാൻ വേണ്ടി ഒരു വാതിലും ഉണ്ടാക്കി. ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും താമസിക്കാൻ വളരെ മനോഹരമായ വലുതായ ചൂടുള്ള വീടും കിട്ടി. എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. ഒരുമിച്ച് എല്ലാവരും പപ്പായ മരത്തിന്റെ അടുത്തേക്ക് വന്നു. പപ്പായ ചേട്ടാ, നിങ്ങൾക്ക് ഒരുപാട് നന്ദി. നിങ്ങൾ ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് വെയിലത്ത് നിന്ന് ഞങ്ങളെ ഒരുപാട് സന്തോഷപ്പെടുത്തുന്നില്ലേ? ഇപ്പോൾ ആ പപ്പായ മരം സന്തോഷിച്ചു. മറ്റൊരു വശത്ത് 4 പരുന്തുകളും ഒത്തുചേർന്ന് ഉത്സവവും ആഘോഷിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ആസൂത്രണം നിറവേറാൻ പോകുന്നു. എല്ലാ പക്ഷികളും നമ്മൾ ഉണ്ടാക്കി വെച്ച വീട്ടിൽ വന്ന് താമസിക്കാൻ പോകുന്നു. അവർ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം അന്വേഷിച്ച് പോകേണ്ട ആവശ്യം വരില്ല. നമ്മുടെ കൂട്ടിൽ തന്നെ എല്ലാം വരും. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു കഴുകൻ വന്നു. അത് പറഞ്ഞു, നിങ്ങളുടെ പ്ലാൻ എല്ലാം വെള്ളത്തിലായി. വലിയ പപ്പായ മരം അവരെ സഹായിച്ചു. അതുതന്നെ അവർക്ക് വേണ്ടി ഒരു കൂടും പണിതു കൊടുത്തു. ഇല്ല, ഇത് നിന്റെ ഐഡിയ അല്ലേ? അല്ല, നിന്റെ ഐഡിയ ആയിരുന്നു. വെറും മണ്ടത്തരമായ ഒരു ഐഡിയ. അങ്ങനെ 4 പേരും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. തമ്മിൽ അടിക്കാനും തുടങ്ങി. ഇതാ വെച്ചോ, ഇതാ വാങ്ങിച്ചോടാ. ഇങ്ങനെ അവർ തമ്മിൽ അടിക്കാൻ തുടങ്ങി. തമ്മിൽ അടി വാങ്ങി 4 പേരും ക്ഷീണിച്ചു. മറ്റൊരു വശത്ത് കാട്ടിൽ എല്ലാ പക്ഷികളും ആ പച്ച പപ്പായ മരത്തിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. പപ്പായ മരം വീണ്ടും പക്ഷികളെ ഒരുപാട് സഹായിച്ചു. അതോർത്തത് ഒരുപാട് അഭിമാനിച്ചിരുന്നു. പപ്പായ മരം സന്തോഷത്തോടെ കുറച്ചു ദൂരെയുള്ള പച്ച പപ്പായ വീടുകൾ നോക്കി നിന്നു. അതിന്റെ ഉള്ളിൽ നിന്നും എല്ലാ പക്ഷികളും ചിരിച്ചുകൊണ്ട് വെളിയിലേക്കും നോക്കി.